ഹായ്, നമ്മൾ സെക്കമ്പറ്റിലേക്ക് പോകാം. കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി ഇന്നിടാൻ പോകുന്ന വീഡിയോക്കകത്താണ് നമ്മൾ വാഹയൊക്കെ പിടിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പിടിച്ച വാഹയെ കാണിച്ചു. അപ്പോൾ ആ വാഹയെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലും കാണിക്കുന്നുണ്ട്. കാരണം ഞാൻ രാവിലെ തൊട്ട് ഉച്ച കഴിഞ്ഞ് വൈകിട്ട് വരെ രണ്ട് രീതിയിലാണ് ഫിഷിങ് ചെയ്ത്. രാവിലെ തൊട്ട് ഉച്ച വരെ നമ്മൾ കുറച്ച് ചെമ്പല്ലിയുടെ വേട്ടയായിരുന്നു. ഉച്ച കഴിഞ്ഞ് നമ്മൾ ഫുൾ കരിമീൻ്റെ വേട്ട. അപ്പോൾ ഇത് രണ്ടിലും നമ്മൾ രാവിലെ പിടിച്ച വാഹയുണ്ട്. അതാരും പേടിക്കാൻ നിന്നില്ല വാഹേനെ. അതുകൊണ്ട് അത് രണ്ടാമത്തേലും നമ്മൾ ആ വാഹയുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലാണ് രണ്ടാമത്തെ പാർട്ടിലാണ് നമ്മൾ വാഹ ഷൂട്ട് കാണിക്കുന്നത് കേട്ടോ. അത് മാത്രമല്ല, എൻ്റെ ഈ വീഡിയോ എടുക്കുന്ന ഫോണുണ്ടല്ലോ, അത് സ്വിച്ച് ഓഫ് ആയിരുന്നു. അപ്പം ഞാൻ എൻ്റെ അല്ലാതെയുള്ളൊരു ഫോണിലാണ് ഞാൻ എടുത്തത്. അപ്പോൾ അത് ചെറിയ രീതിയിലുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് ക്ഷമിക്കണം. നല്ല രീതിയിലുള്ള ഷൂട്ടിങ്ങളൊന്നും കിട്ടിയിട്ടില്ല. കാരണം അത് നിങ്ങളെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാൻ മനസ്സിലാവും. കാരണം വേറെ ഒന്നും തോന്നല് അത് നമ്മൾ കളയാൻ പറ്റത്തില്ല. കാരണം നല്ല സൈസുള്ള കരിമീനെയൊക്കെ നമ്മൾ കിട്ടുന്ന ആ വീഡിയോയിൽ. ഓക്കെ, അപ്പം ചക്കപ്പാട്ടിലോട്ട് പോകാം. വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ പുറത്ത് മഴയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിൽ മഴയുടെ സൗണ്ടൊക്കെ കേൾക്കാം. ഞാനിവിടെ ഒരു വാഹയെ കണ്ടുകൊണ്ട് നടന്ന് പോവുക, അതിൻ്റെ കൂടെ പോവുക, അത് ഉള്ളിലോട്ട് പോവുക. നോക്കട്ടെ അത് കയറി വരുമെന്ന്. കയറി വരുന്നുണ്ട് കേട്ടോ. നമ്മൾ അടിച്ചു നോക്കാം. ഉള്ളൂന്ന് അറിയത്തില്ല, ഒന്ന് ശ്രമിച്ചു നോക്കാം. ഞാൻ ഈ വാഹയെ അടിച്ചെടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ഞാൻ അകലം കൂട്ടി എങ്ങനെ അടിക്കുന്നതെന്ന് ശ്രദ്ധിച്ചോണം. അപ്പോൾ വാഹ എവിടെ നിന്ന് അതിന് അടി കൊള്ളുന്നതും ഒന്ന് ആ വീഡിയോ കണ്ടോ. ഇത്രയേ ഉള്ളൂ. അകലം കൂട്ടി നമ്മൾ അടിച്ചാൽ മതി. കയറിയില്ലെങ്കിൽ തീർന്നു. ഊരുവോ എന്തോ. ഓഹോ, ഊരുണ്ടോ രാവിലെ വാഹ. ഉള്ളിലോട്ടാണ് കുഴപ്പമില്ല. ഉള്ള തരിയോ കിട്ടി. ഇല്ലെന്ന് പറയല്ലേ. എന്നാ വടക്കോട്ട് കരുനാപ്പിളി കഴിഞ്ഞ വിലയാ. നോക്കട്ടെ കരിയുമ്പോഴേ. കണ്ടോ, ആ ഇരിക്കുന്ന കവർ കണ്ടോ? ആ കവറിനകത്താണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട മീൻ. ആ മീനെ ആ അടുത്തിരിക്കുന്ന അണ്ണന് കൊടുക്കാൻ വേണ്ടി ഇരിക്കുക കേട്ടോ. അത് അവിടെ കച്ചവടം ആവുക. ആ മീൻ അപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഈ മീനാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്. ഈ അണ്ണനാ കൊടുക്കുന്നത്. അപ്പോൾ അത് കച്ചവടം ആക്കാനുള്ള പരിപാടിയാണ്. ആ പുള്ളിക്കാരനാ വാഹ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ മറ്റേ മീൻ മാത്രം മതിയെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വിലയൊക്കെ പറഞ്ഞ് ഉറപ്പിച്ച് അവിടെ കൊടുത്ത് ഇനി നമുക്ക് അടുത്ത ഫിഷിങ്ങിലോട്ട് പോവാം. അങ്ങനെ ചെമ്പല്ലിയെ ഒക്കെ നമ്മൾ അണ്ണന് കൊടുത്തിട്ട് നമുക്കിപ്പോൾ കിട്ടിയ ഒരു വാഹയായിട്ട് നമ്മളിനി അടുത്ത സ്പോട്ടിലോട്ട് പോവുക. നമ്മളിനി ആ കവർ മേടിക്കണം. ആ കവർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വാഹ ഇനത്തെട്ടാക്കാം. എന്നിട്ട് നമുക്ക് ആ സ്പോട്ടിലോട്ട് പോവാം. നല്ല ഹൈറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. അത്രയും വലിയ ഹൈറ്റിൽ നിന്നിട്ട് ആ താഴെ കാണുന്നത് കണ്ടോ, ഫ്രണ്ടിൽ കാണുന്നത് കണ്ടോ കരിമീൻ നിൽക്കുന്നുണ്ടോ. അത്രയും ഹൈറ്റിൽ നിന്ന് ആ കരിമീൻ്റെയൊക്കെ വലിപ്പം കണ്ടോ. പോകുന്നുണ്ടോ, നല്ല സൈസ് കരിമീനാണ്. അതിൻ്റെ ഇടയ്ക്ക് നല്ല ഇഷ്ടംപോലെ ചെമ്പല്ലിയും കിടപ്പുണ്ട്. നമ്മൾ ആ ഒരു കരിമീനെ അടിച്ചത് അത് ഷൂട്ട് മിസ്സായിപ്പോയി. പേടിച്ചൊക്കെ അടിക്കുന്നത്. കാരണം അതിനകത്ത് മൊത്തം പാറയാണ്. ആ പാറയെല്ലാം ഉടക്കിയോ കൊണ്ടു കഴിഞ്ഞാൽ മുനയും പോവും, എല്ലാം പോവും. എന്നാലും നമുക്ക് ഇവിടുന്ന് തന്നെ നല്ലൊരു സൈസ് കരിമീനെ നമ്മൾ അടിച്ച് കയറ്റുന്നുണ്ട്. നോക്കിക്കണം.
ഓക്കെ 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 ഓക്കെ. സൈഡിൽ കൂടെയൊക്കെ അടികൊണ്ട്. ചെമ്പല്ലി അപ്പുറത്ത് പോകും ഇപ്പുറത്ത് വരും അപ്പുറത്ത് പോകും. അത് ആ പാറയുടെ മേളിൽ നിന്ന് മാറിയായിരുന്നെങ്കിൽ പാറയുടെ മേളിൽ തന്നെ വിളിക്കുന്നത്. അടിപൊളി ഒരു കരിമീൻ നിൽക്കും, നല്ല സൈസുള്ളൊരു കരിമീൻ. അത് ഇറങ്ങിപ്പോവും അതോട്ട് അതോട്ടിറങ്ങും. താന്നത്. ഓക്കെ 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 ഓക്കെ. സൈസ് ഓടിപ്പോയതിനെ തന്നെ പിടിച്ച്. ഇനി പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഞാൻ ഒന്ന് പോയി നോക്കട്ടെ, അവിടെ വല്ലതും ഉണ്ടോ എന്ന് നോക്കട്ടെ. മിക്കവാറും കാണും. അതുകൊണ്ട് അങ്ങ് കാണുന്നതുണ്ടോ, അതുകൊണ്ട് അങ്ങ് കാണുന്നത് ആറാ കേട്ടോ. ആ ആറിൽ നിന്ന് വരുന്ന തോടായത്. ഇവിടെ ആണ്ട ഒരു 3 കരിമീൻ, നല്ല അടിപൊളി 3 കരിമീൻ നിൽപ്പുണ്ട്. അതിലെ ഒരെണ്ണത്തിന് നമുക്ക് അടിച്ചെടുക്കണം. ആ ഒരെണ്ണം നല്ല പരുവത്തിന് നമുക്ക് നിൽക്കുന്നുണ്ട്, അടിക്കാൻ പറ്റിയ രീതിയിൽ നിൽക്കുന്നുണ്ടോ. അടി കൊണ്ടിട്ടുണ്ട്. കരിമീൻ അടി കൊള്ളുന്നതേ നമ്മൾ കാണിക്കാൻ നിൽക്കുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ തിട്ടയുടെ സൈഡിനത് കയറി ഇന്ന് കളിക്കുന്ന കേട്ടോ. അടി കൊണ്ടത് കണ്ടോ കണ്ടോ. ക്യാമറ എല്ലാം ഊരി പോകുമെന്ന് പേടിച്ചോണ്ടാണ് ഞാൻ വലിയ രീതി കാണിക്കാൻ. ഇപ്പം ഞാനത് കാണിക്കുന്നത് ക്യാമറയിൽ ഇങ്ങനെ ഒരു കൈ വെച്ച് പിടിച്ചിട്ടാണ് ഞാനതിങ്ങനെ കാണിക്കുന്നത് കേട്ടോ. കണ്ടോ. എന്നിട്ട് ഇനി നമ്മൾ ക്യാമറ മാറ്റിയിട്ട് ഇനി നമ്മൾ മേലോട്ട് എടുക്കുക. ഇല്ലേ ക്യാമറ ഊരി അങ്ങ് താഴെ പോകും. അതുകൊണ്ടാണ് കുത്തനെ നിൽക്കുന്നതുകൊണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ. ബാക്കിയെല്ലാം കൊടുത്തു. ഈ മീൻ നമ്മളിപ്പോൾ കച്ചവടമാക്കും. അടുത്തൊരു ചേട്ടൻ നിൽപ്പുണ്ട് കേട്ടോ. ആ ചേട്ടൻ ചോദിച്ചു, അപ്പോൾ ചേട്ടന് തന്നെ കൊടുക്കും നമ്മൾ മീൻ കേട്ടോ. കച്ചവടമായത് ഇപ്പം പിടിച്ച ഫ്രഷ് മീനാണ്. അപ്പോൾ അത് കണ്ടുകൊണ്ടിരുന്ന അച്ഛൻ ചോദിച്ചു, നമ്മളത് വില പറഞ്ഞു, അത് കൊടുത്തു. ഇനി നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോവാം. സ്പോട്ടിൽ ചെന്നിട്ട് കാണാം കേട്ടോ. വേറെ സ്പോട്ടിൽ നമ്മൾ പോകുന്നത്. മീൻ കാണിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം പട്ടികളാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് എടുത്ത് പകുതി കട്ട് ചെയ്ത് കയറ്റി ബാഗിനകത്ത് ഇടുന്നത് മാത്രമാക്കി കേട്ടോ. മൊത്തം പട്ടികളാണ് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അതിനെ കിട്ടിയില്ല, ആ കരിമീനെ അടിച്ചെടുത്ത്. അത് അടിക്കാൻ അങ്ങോട്ട് ചെല്ലാം. അമ്പ് എല്ലുമ്പോഴത്തേന് വെള്ളത്തിൽ ടച്ച് ചെയ്യുമ്പോഴേ അത് അടിയിൽ പോവോ? ആരാ? ആ ഇല്ല ഞാൻ ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഈ പിടിച്ച മീനാണ്ട് ഇവർക്ക് കൊടുക്കുക കേട്ടോ. ഇവരെ കൈ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുക. അല്ല ഒരെണ്ണം ഇവിടുന്ന് കിട്ടിയോളൂ. ഞാൻ ഇവർക്ക് കൊടുത്ത് അടുത്തടുത്തോട്ട് പോവുക. ആ മീനും അവർക്ക് കൊടുത്ത് നമ്മൾ അടുത്ത സ്പോട്ടിൽ വന്നത്. ആ ഒരു വെള്ളം കിടക്കുന്നുണ്ട്. ഈ വള്ളത്തിൻ്റെ അടിപൊളി ഒരു കരിമീൻ നിൽപ്പുണ്ട്. ഒന്ന് നോക്കിക്കോണേ. നമുക്കങ്ങനെ അടിച്ചെടുക്കാം. നല്ല ക്ലിയർ ആയിട്ട് കാണാം കരിമീൻ നിൽക്കുന്നത്. ആണ്ടാ നിൽക്കുന്നുണ്ടോ കറുത്ത നെല്ലുമല്ലോ കണ്ടോ. അട്ടിയുണ്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ ഇടയിൽ കയറിയത്. അപ്പം സെക്കൻഡ് പാർട്ടിലെ ലാസ്റ്റ് മീനാണ് അത് കേട്ടോ. ഇനി നമുക്ക് പിടിച്ച മീനെയൊക്കെ ഒന്ന് കാണാം, കരിമീനെയൊക്കെ ഒന്ന് കാണാം. കൂട്ടത്തിൽ നമ്മൾ ആദ്യമേ പിടിച്ച
കഴിഞ്ഞ വീഡിയോ കാണിച്ച വാഹയുണ്ട് കേട്ടോ. നമുക്ക് ആദ്യം കിട്ടിയ കരിമീൻ അങ്ങ് കൊടുത്തു കേട്ടോ. അപ്പോൾ രണ്ടാമത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇറങ്ങിയപ്പം കിട്ടിയതാണ്. ഇത് നമുക്ക് ആദ്യം കിട്ടിയ വാഹയെ. ഞാൻ അത് നല്ല രീതിയിൽ കാണിക്കാൻ നിന്നില്ല കേട്ടോ. പിന്നെ കുഴപ്പമില്ല കേട്ടോ. അടിപൊളി സൈസ് കരിമീനാണ് ഉണ്ടോ. അപ്പോൾ ഇതും കൊടുക്കാൻ പോവാ. ഇന്നത്തെ ചാകര നമ്മുടെ കേട്ടോ. ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി. വേറൊരു ഫോണിലാണ് ഞാൻ എടുത്തത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിലും നല്ലൊരു വീഡിയോയിൽ നമുക്ക് കാണാം.